മെഴുവേലി ബാബുജിയുടെ അയൺ ലേഡി. എടോ ഡ്രൈവറെ, ഒന്ന് പതുക്കെ, പിറകിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. ചങ്ങനാശ്ശേരി ആലപ്പുഴ KSRTC ബസ് സഡൻ ബ്രേക്ക് ഇട്ടതായിരുന്നു ഡ്രൈവർ. ഒന്നാം കരയിൽ തിരക്കിലൂടെ പല്ലവി അവിടെ ഇറങ്ങി. സമയം 5:30. കവരയിൽ സാമാന്യം തിരക്കുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് കോവിഡ് വീണ്ടും വർദ്ധിച്ചു തുടങ്ങിയെങ്കിലും കടകളെല്ലാം സജീവം. മുഖത്തെ മാസ്ക് ഒന്നിളക്കിയിട്ട് പല്ലവി വേഗം തിരിഞ്ഞു നടന്നു. AC റോഡിലൂടെ ചീറിപ്പായുകയാണ് വാഹനങ്ങൾ. അവൾ എക്സൈസ് ഓഫീസ് പിന്നിട്ട് 25 മീറ്ററോളം അകലെയുള്ള ചെറിയ കടയ്ക്ക് മുന്നിൽ നിന്നു. ചങ്ങനാശ്ശേരി മുതൽ ഒന്നാംകര വരെ മാത്രമുള്ള പുത്തനാറിൻ്റെ തീരത്ത് റോഡിനോട് ചേർന്നാണ് കട. താറാവിനെ വിൽക്കപ്പെടും എന്നൊരു ബോർഡ് ചരടിൽ തൂങ്ങിക്കിടന്നാടുന്നു. യാത്രക്കാർക്ക് കാണാൻ പാകത്തിൽ വലിയ പ്ലാസ്റ്റിക് കുടകളിൽ താറാവിൻ മുട്ടകൾ തൂക്കിയിട്ടിട്ടുണ്ട്. പുത്തനാറിലേക്ക് 2 കോൺക്രീറ്റ് കാലുകൾ ഉറപ്പിച്ച് ബാക്കി ഭാഗം റോഡിൻ്റെ കൽക്കെട്ടിൽ സ്ഥാപിച്ചാണ് കടയുടെ നിർമ്മാണം. അതിനോട് ചേർന്ന് ആറ്റിലിറക്കി വലയിട്ടിട്ടുണ്ട്. അതിനുള്ളിലാണ് താറാവിൻ കൂട്ടം. കടയ്ക്ക് മുന്നിൽ കുറേ ഫൈബർ സ്റ്റൂളുകൾ ഇട്ടിരുന്നു. അതിലൊന്നിലിരുന്ന് നാരങ്ങ വെള്ളം കുടിക്കുകയായിരുന്ന സഖാവ് കരുണൻ അവളെ നോക്കി ചിരിച്ചു. പിന്നെ തിരക്കി. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു പല്ലവി? ഒരു തരം പരീക്ഷണം തന്നെ. പല്ലവി മാസ്ക് അഴിച്ച് ബാഗിൽ തിരുകി. ചങ്ങനാശ്ശേരി SB കോളേജ് അവസാന വർഷ ഡിഗ്രി സ്റ്റുഡൻ്റായിരുന്നു പല്ലവി. നറുനിലാവ് പോലുള്ള സുന്ദരി, മെലിഞ്ഞ ശരീരപ്രകൃതം, ചുരുണ്ട മുടിയും തിളക്കമുള്ള കണ്ണുകളും. ഇളം ചുവപ്പ് ചുരിദാറാണ് വേഷം. സ്വർണം എന്ന് പറയാൻ അവൾക്ക് ആകെയുള്ളത് 2 ജിമിക്കി കമ്മലുകൾ മാത്രം. കഴുത്തിലും കൈകളിലും ഫാൻസി ഐറ്റംസ്. എവിടെ നിന്നാലും പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള വലിയ സിന്ദൂരപ്പൊട്ടാണ് മറ്റൊരു പ്രത്യേകത. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് പല്ലവി ബാഗ് മേശപ്പുറത്ത് വെച്ചു. കടയ്ക്കുള്ളിൽ നിന്ന് ഒരു മധ്യവയസ്ക ഇറങ്ങി വന്നു. തങ്കം. പല്ലവിയുടെ അതേ ആകൃതിയാണ് തങ്കത്തിനും. നന്നായിട്ട് എഴുതിയോ മോളെ? അവർ തിരക്കി. ഓ, ഒരുവിധം. ഇനിയിപ്പം ജയിച്ചിട്ടും വലിയ കാര്യമില്ലല്ലോ. ഒരു സർക്കാർ ജോലിയൊന്നും പ്രതീക്ഷിക്കേണ്ട. ദീർഘശ്വാസം വിട്ടുകൊണ്ട് പല്ലവി ഒരു സ്റ്റൂളിലിരുന്നു. ചില്ലുഭരണിയിൽ നിന്ന് കടലയുടെ ഒരു ചെറിയ പാക്കറ്റ് എടുത്ത് കീറി കൈവെള്ളയിലേക്ക് കുറച്ചിട്ടു. അല്പം തിന്നുകൊണ്ട് കുറച്ച് പുത്തനാറിലേക്ക് എറിഞ്ഞു. അത് പ്രതീക്ഷിച്ചതുപോലെ ആറ്റിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന വൃക്ഷത്തിനടിയിലേക്ക് മീനുകൾ പാഞ്ഞെടുത്തു. കടലയെ കൊത്തിക്കൊണ്ട് അവ താഴേക്ക് ഊളിയിട്ടു. തങ്കം ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം എടുത്ത് മകൾക്ക് കൊടുത്തു. അവരുടെ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമാണ് ആ കട. ബാലു എന്ത് ചെയ്യാമേ? നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പല്ലവി തിരക്കി. വീട്ടിലുണ്ട്. ഞാൻ ചെന്നിട്ട് അവനെ ഇങ്ങ് വിടാം. പല്ലവി എഴുന്നേറ്റ് ബാഗ് എടുത്തു. ഇനി എന്താ മോളെ പരിപാടി? സഖാവ് കരുണൻ്റെ ചോദ്യം. പിൻവാതിൽ നിയമനം നടന്നില്ലെങ്കിൽ ആലപ്പുഴ കളക്ടർ ആവണമെന്നുണ്ട്. കരുണൻ്റെ മുഖമൊന്ന് വിളറി. പല്ലവി ആറ്റിറബിൽ കെട്ടിയിട്ടിരുന്ന കൊച്ചു വള്ളത്തിന് നേർക്ക് നടന്നു. പിന്നിൽ കരുണൻ്റെ സ്വരം വീണ്ടും കേട്ടു. അതിപ്പം ആര് ഭരിച്ചാലും അങ്ങനെയൊക്കെ നടക്കുന്നതല്ലേ? കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി പറഞ്ഞിട്ട് അവൾ വള്ളത്തിൽ കയറി. വള്ളം ഒന്നുലഞ്ഞു. താറാവുകൾ കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കി. പെട്ടെന്ന് തങ്കം അവളുടെ അടുത്തേക്ക് വന്നു. ചമ്പക്കുളത്തും കണ്ടകരിയിലുമൊക്കെ താറാവുകൾ ചത്തു തുടങ്ങിയെന്ന് കേട്ടുമോളെ. പക്ഷിപ്പനിയാണോ എന്നറിയാൻ കേന്ദ്ര സംഘം ഉടനെ വരുന്നുണ്ടെന്ന്. പല്ലവിയുടെ നെഞ്ചിൽ ഒരു കുടുക്കമുണ്ടായി. ഇതിപ്പോൾ കുട്ടനാട്ടിൽ പതിവായിരിക്കുന്നു. 1-2 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന പക്ഷിപ്പനി. പിന്നെ അവറ്റകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നു. സാരമില്ലമ്മേ, ഒന്നും ഉണ്ടാകത്തില്ല. അതും പറഞ്ഞ് അവൾ ബാഗ് വെള്ളത്തിൽ വെച്ചിട്ട് തുഴ കയ്യിലെടുത്ത് വെള്ളത്തിൻ്റെ കെട്ടഴിച്ചു. പുത്തനാറിന് അക്കരെയുള്ള ചിറയിലാണ് വീട്. ഏതാണ്ട് കടയുടെ നേരെ തന്നെ. ആറിന് കുറുകെ പാലങ്ങളുണ്ട്. കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി പറഞ്ഞിട്ട് അവൾ വള്ളത്തിൽ കയറി. അതിലൂടെ പോകണമെങ്കിൽ മുന്നോട്ടോ പിന്നോട്ടോ നടക്കണം. വള്ളത്തിലാണെങ്കിൽ അതിൻ്റെ പകുതി സമയം കൊണ്ട് ചിറയിലെത്താം. പല്ലവി തുഴ കുത്തി വെള്ളത്തെ പിന്നോട്ട് തള്ളി. നിശ്ചലമായി കിടക്കുന്ന ആറ്റിനെ മുറിച്ചു കടന്ന് വള്ളം നീങ്ങി. പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയോ താറാവുകളെ കൊന്നൊടുക്കുകയോ ചെയ്താൽ തങ്ങൾ പട്ടിണിയിലാകുമെന്ന കാര്യത്തിൽ അവൾക്ക് സംശയമില്ല. പിന്നെയൊന്ന് പച്ചപ്പിടിച്ച് വരണമെങ്കിൽ സമയമെടുക്കും. അവൾ അക്കരയെത്തി ചിറയോട് ചേർന്ന് നാട്ടിയിരുന്ന ഒരു കുറ്റിയിൽ വെള്ളം കെട്ടിയിട്ടിട്ട് പടവുകൾ കയറി. ഓടുമേഞ്ഞ ഒരു ചെറിയ വീട്. വാതിൽ തുറന്നു കിടക്കുകയാണ്. ബാലുവേ വിളിച്ചുകൊണ്ട് അവൾ ചെറിയ വരാന്തയിലേക്ക് കയറി. ഓ, അകത്തു നിന്ന് അവൻ ഇറങ്ങി വന്നു. ചിറയ്ക്ക് പിറകിലെ വിശാലമായ നെൽപ്പാടത്തു നിന്ന് ഒരു കാറ്റ് വീശി വന്നു. അച്ഛൻ എന്തിയേടാ? അവൾ ബാലുവിനെ അടിമുടി നോക്കി. മുഷിഞ്ഞ ബർമുടയും ടീഷർട്ടുമാണ് അവൻ്റെ വേഷം. അച്ഛൻ പിറകിലുണ്ട്, ബാലു അറിയിച്ചു. നിനക്ക് വൃത്തിയുള്ളത് എന്തെങ്കിലും ധരിച്ചുകൂടെ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് അതിനുള്ള വിചാരം പോലുമില്ലേ? പല്ലവി മുഷിഞ്ഞു. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വൃത്തിയുള്ള വേഷം എന്തിനാ ചേച്ചി? അവൻ ചിരിച്ചു. എങ്കിൽ ഇഷ്ടമുള്ളത് ധരിച്ചിട്ട് നീ അമ്മയുടെ അടുത്തോട്ട് പോ. അവൾ അകത്ത് കയറി ബാഗ് വെച്ചു. പിന്നെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് ചെന്നു. അവിടെ ഒരു പഴയ വീൽ ചെയറിൽ കാറ്റിൽ ഇളകുന്ന നെൽപ്പാടത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഗോപിദാസ്. മകൾ പിറകിലെത്തിയതുപോലും അയാൾ അറിഞ്ഞില്ല. സ്വർണം ഒരുക്കി ഒഴിച്ചതുപോലെ തോന്നുന്ന നെൽപ്പാടം വിളവെടുപ്പിന് തയ്യാറായി കിടക്കുകയാണ്. ഇനി തമിഴ്നാട്ടിൽ നിന്നോ
ആന്ധ്രയിൽ നിന്നോ മെഷീൻ എത്തണം കൊയ്യാൻ. അച്ഛാ, പല്ലവി വിളിച്ചു. ഗോപിദാസ് തല മാത്രം തിരിച്ചു നോക്കി. നീ വന്നോ? ഇത്തിരി ചായ ഇട്ടുതാ മോളെ. അയാൾ ചിരിച്ചു. അച്ഛനെന്താ പിന്നെ ബാലുവിനോട് പറയാത്തത്? ഓ, അതത്ര ശരിയാവത്തില്ല. പിന്നെ ചായ മോശമാണെന്ന് പറഞ്ഞാൽ അവന് വിഷമമാകും. ഇപ്പം കൊണ്ടുവരാം അച്ഛാ. പല്ലവി പിന്തിരിഞ്ഞു. ദിവസവും പാടത്തേക്ക് നോക്കിയുള്ള ഇരിപ്പ് അച്ഛന് പതിവാണെന്ന് അവൾക്കറിയാം. പക്ഷേ നോട്ടം നെൽച്ചെടികളിലായിരിക്കില്ല, അകലെ ചിറയിൽ നിൽക്കുന്ന തെങ്ങുകളിലായിരിക്കും. ഗോപിദാസ് ചെത്ത് തൊഴിലാളിയായിരുന്നു. ബാലുവിനെ പ്രസവിച്ചിട്ട് തങ്കം ഇരിക്കുന്ന സമയം ചങ്ങനാശ്ശേരി ഭാഗത്തായിരുന്നു ഗോപിനാഥ് തെങ്ങ് ചെത്തിക്കൊണ്ടിരുന്നത്. കൂട്ടത്തിൽ ഏറ്റവും മിടുക്കനായ തൊഴിലാളി. ഗോപിദാസ് ചെത്തിയാൽ തെങ്ങുകൾ ചുരത്തി കൊടുക്കുമെന്നായിരുന്നു മറ്റുള്ളവർ പറയാറ്. ചതി പറ്റിയതാണോ എന്ന് ഇന്നും അറിയില്ല. പുലരിക്കള്ള എടുക്കുമ്പോൾ തെങ്ങിൽ കയറിയ അയാൾ താഴെ വീണു. 2 കാലുകൾക്കും മാത്രമല്ല, നട്ടെല്ലിനും കാര്യമായ ക്ഷതം പറ്റി. 3 മാസത്തോളം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞു. പിന്നെ പല സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ. സമ്പാദ്യം മുഴുവനും തീർന്നു. ക്ഷേമനിധി ബോർഡിൽ നിന്ന് 1 ലക്ഷം രൂപ അപകട ഇൻഷുറൻസ് കിട്ടിയതും ഗ്രാറ്റുവിറ്റി ഇനത്തിലും പ്രൊവിഡന്റ് ഫണ്ട് ഇനത്തിലും കിട്ടിയ ചെറിയ തുകയും അപ്പോഴേക്കും ചെലവഴിച്ചു കഴിഞ്ഞിരുന്നു. ഒരിക്കലും ഗോപിദാസിന് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ അവശേഷിച്ച തുക കൊണ്ട് വാങ്ങിയതാണ് ഈ വീൽ ചെയർ. ആശുപത്രികളിൽ നിന്ന് അവസാനമായി വീട്ടിലെത്തിയപ്പോഴാണ് ഗോപിദാസ് ആ സത്യം വെളിപ്പെടുത്തിയത്. തങ്കം, ചതി പറ്റിയതാണോന്നൊരു സംശയം. എൻ്റെ കാൽവെള്ളകളിൽ ചൂണ്ടക്കൊളുത്തുകൊണ്ട് മുറിവ് പറ്റിയ പാടുകളുണ്ടായിരുന്നതായി ഡോക്ടർമാർ സൂചിപ്പിച്ചു. തങ്കം സ്തബ്ധയായിരുന്നു പോയി. തെങ്ങിൽ കയറുന്ന മോഷ്ടാക്കളെ വീഴ്ത്തുവാൻ തടിയിൽ ചൂണ്ടം പതിപ്പിച്ചു വയ്ക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ ചെത്ത് തെങ്ങിൽ അങ്ങനെയാരും വയ്ക്കാറില്ലല്ലോ. എന്തോ, ആര് ചതിച്ചു, എന്തിനു ചതിച്ചു എന്ന് ഗോപിദാസിന് ഇപ്പോഴും നിശ്ചയമില്ല. വേറെ ജീവിതമാർഗം ഇല്ലാത്തപ്പോഴാണ് തങ്കം റോഡ് വക്കിൽ ആ കട തുടങ്ങിയത്. അതുകൊണ്ട് ഒരു വിധത്തിൽ കുടുംബത്തെ തള്ളിക്കൊണ്ടു പോകുന്നു. പല്ലവിയെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തങ്കം ക്യാൻസർ രോഗിയാണ് എന്നതാണ്. അവൾക്കും തങ്കത്തിനു മാത്രം അറിയാവുന്ന രഹസ്യം. ഗോപിദാസിനോടോ ബാലുവിനോടോ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. പല്ലവി ചായ കൊണ്ടുവന്ന് ഗോപിദാസിന് കൊടുത്തു. ഞാനൊന്ന് വേഷം മാറി വരാച്ചാ. അവൾ തിരികെ പോയി. കടുത്ത മാനസിക വ്യതയിലായിരുന്നു ഗോപിദാസ്. കുട്ടനാട്ടിൽ പക്ഷിപ്പനി പടരുന്നു എന്നൊരു വാർത്ത അയാൾ TV-യിൽ കണ്ടിരുന്നു. താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയാൽ സ്വയം ജീവനെടുക്കുകയല്ലാതെ തൻ്റെ കുടുംബത്തിന് മറ്റൊരു മാർഗമില്ലെന്ന് അയാൾക്കറിയാം. 3 മാസം പ്രായമായ താറാവുകൾക്ക് 150 രൂപയും 6 മാസമായവയ്ക്ക് 200-ഉമാണ് സർക്കാർ തരുന്ന നഷ്ടപരിഹാരം. അത് തന്നെ കിട്ടണമെങ്കിൽ മാസങ്ങളെടുക്കും. വൻകിട കൃഷിക്കാർക്ക് ആദ്യം പണം നൽകുന്നതിനാണ് മൃഗസംരക്ഷണ വകുപ്പിനും താൽപ്പര്യം. ചായ കുടിച്ചിട്ട് ഗോപിദാസ് ഗ്ലാസ് കയ്യിൽ തന്നെ വച്ചു. അല്പം കഴിഞ്ഞ് മടങ്ങിയെത്തിയ പല്ലവി ഗ്ലാസ് വാങ്ങി. പിന്നെ വീൽ ചെയർ തള്ളിക്കൊണ്ട് വീടിനുള്ളിലേക്ക് പോയി. കിടക്കുന്നോ അച്ഛാ? ഇല്ല. പല്ലവി TV ഓൺ ചെയ്തു വച്ചു. ശേഷം അടുക്കള ജോലിയിൽ മുഴുകി. 8 മണിയാകും തങ്കം കടയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ. അപ്പോഴേക്കും അത്താഴം ശരിയാക്കണം. പിറ്റേന്ന് ചേട്ടത്തിയെ. രാവിലെ കടയിലേക്ക് പോകുവാൻ തയ്യാറായ തങ്കം മുറ്റത്ത് നിന്നൊരു വിളിയച്ച് കേട്ടു ഇറങ്ങിച്ചെന്നു. സുരേശനാണ് അയൽക്കാരൻ. എന്താടാ? തങ്കം തിരക്കി. അറിഞ്ഞോ ചേട്ടത്തി, താറാവുകൾ ചത്തൊടുങ്ങുന്നത് പക്ഷിപ്പനി മൂലമാണെന്ന് കണ്ടെത്തി. ഇനി വളർത്തു പക്ഷികളെ മുഴുവൻ കൊന്നൊടുക്കാൻ സർക്കാർ ഉത്തരവായി. ഈശ്വര! ഞെട്ടലോടെ തങ്കം നെഞ്ചിൽ കൈവച്ചു. കഴിഞ്ഞ തവണത്തേതുപോലെയാണല്ലോ. അക്കരെ ചുറ്റുവലയ്ക്കുള്ളിൽ കിടക്കുന്ന താറാവിൻ്റെ കൂട്ടത്തിൽ അവ്യക്തമായ കാഴ്ചയിലേക്ക് തങ്കത്തിൻ്റെ നോട്ടം ചെന്നു വീണു. സുരേശൻ ചുറ്റും ഒന്ന് നോക്കിയിട്ട് ശബ്ദം താഴ്ത്തി. ചില അടിനീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നും അറിഞ്ഞു ചേട്ടത്തി. എന്താ? തങ്കം നെറ്റിച്ചുളിച്ചു. തായങ്കരിയിലും കണ്ടകരിയിലുമുള്ള വലിയ താറാവ് കർഷകരില്ലേ, അവരൊക്കെ രായ്ക്ക് രാമാനം ലോറികളിൽ കയറ്റി താറാവുകളെ ഇവിടെ നിന്ന് മാറ്റിയെന്ന്. തങ്കത്തിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. അതെന്തിനാടാ? ഇവിടെ താറാവുകൾ ഉണ്ടെങ്കിലല്ലേ അവയെ കൊല്ലേണ്ടി വരൂ. ഇതിപ്പം പക്ഷിപ്പനിയില്ലാത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി അവർ അവറ്റകളെ ഇറക്കും. ഒന്നുകിൽ ഇറച്ചി വിലയ്ക്ക് അവിടെ വിൽപ്പന നടത്തും, അതല്ലെങ്കിൽ ഇവിടുത്തെ രോഗലക്ഷണങ്ങൾ മാറുമ്പോൾ തിരികെ കൊണ്ടുവരും. തങ്കം മിണ്ടാതെ നിന്നു. വലിയവർക്കൊക്കെ എന്തുമാകാം. മനുഷ്യന് അസുഖം വന്നാൽ പെട്ടെന്ന് മരുന്ന് കണ്ടുപിടിക്കും. പക്ഷേ പക്ഷികൾക്കോ? അതിന് മരുന്ന് കണ്ടെത്താൻ ആർക്കും താല്പര്യമില്ല. 100 കണക്കിന് പാവപ്പെട്ട കർഷകർ പട്ടിണിയിലാകുന്നതിനോട് ആർക്കും ചിന്തയില്ല. സുരേഷൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് പല്ലവി പുറത്തേക്ക് വന്നത്. സുരേഷേട്ടനുമില്ലേ കുറേ താറാവും കോഴിയും കാടയുമൊക്കെ? ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ചെറുകിട കർഷകരായ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. കൊല്ലുകയാണെങ്കിൽ വലിയവൻ്റെയും ചെറിയവൻ്റെയും എന്ന് നോക്കാതെ എല്ലാത്തിനെയും കൊല്ലണം. അവളുടെ ശബ്ദത്തിൽ രോഷം തിളച്ചു. നമ്മൾ ഒന്നിച്ചു നിന്നിട്ട് എന്ത് ചെയ്യാനാ പല്ലവി? മൃഗസംരക്ഷണ വകുപ്പുകാരെ തടയാനോ? സുരേഷൻ നെറ്റിച്ചുളിച്ചു. അങ്ങനെ തടയുക മാത്രമല്ല, അവരുടെ ഓഫീസിന് മുന്നിൽ സമരം നടത്തണം. സർക്കാർ ഇടപെടട്ടെ, അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൂട്ടിത്തരട്ടെ. സുരേശൻ ചിന്തിച്ചു നോക്കി. ശരിയാണ്, 150-200 രൂപ എപ്പോഴെങ്കിലും കിട്ടിയാൽ അതിനു മുമ്പ് അതിൻ്റെ ഇരട്ടിക്കടം കയറും. അവൻ്റെ ചിന്തയെ മുറിച്ചുകൊണ്ട് ബാലു ഗോപിദാസ് ഇരുന്നു വീൽ ചെയർ തള്ളിക്കൊണ്ടുവരാൻ വരാന്തയിലെത്തി. ഗോപിദാസ് എല്ലാം കേട്ടിരുന്നു.
സമരത്തിനൊന്നും പോകണ്ട. പക്ഷിപ്പനി മനുഷ്യരിലേക്ക് വരാതിരിക്കാനല്ലേ താറാവുകളെയും കോഴികളെയും മറ്റു പറവുകളെയും കൊല്ലുന്നത്. ഇനി പക്ഷികളിൽ നിന്ന് ഒരു മഹാമാരി കൂടി വന്നാൽ നമുക്ക് താങ്ങാൻ പറ്റുമോ? അയാൾ ചോദിച്ചു. പക്ഷികളെ കൊന്നൊടുക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അച്ഛാ? പല്ലവിയുടെ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു ഗോപിദാസിന്. 1-2 ദിവസങ്ങൾ പിന്നിട്ടു. ആലപ്പുഴ ജില്ലയിലെ പല ഭാഗങ്ങളിലും വളർത്തു പക്ഷികളെ ഉൾപ്പെടെ കൊന്നൊടുക്കി തുടങ്ങി. ഏത് നിമിഷവും ആരോഗ്യവകുപ്പിൻ്റെ വണ്ടി എത്തുമെന്നും തങ്ങളുടെ താറാവുകളെയും ഇല്ലായ്മ ചെയ്യുമെന്നും പല്ലവിക്കറിയാം. അന്ന് രാവിലെ അവളും പോയി അമ്മയുടെ ഒപ്പം കടയിലേക്ക്. ഗോതമ്പ് കുറച്ചെടുത്ത് അവൾ താറാവുകൾക്ക് ഇട്ടുകൊടുത്തു. കൊല്ലാൻ പോകുന്നതിന് എന്തിനാടി തീറ്റ കൊടുക്കുന്നത്? നിരാശയോടെ തങ്കം തിരക്കി. ഇവയ്ക്കും വിശപ്പില്ല അമ്മേ. ചാകുന്നത് വരെയെങ്കിലും പട്ടിണിയില്ലാതിരിക്കട്ടെ. അവളുടെ ശബ്ദം പതറി. പെട്ടെന്ന് 2 കാറുകളും അടച്ചുപൂട്ടുള്ള ഒരു വാനും വന്നു. കടയ്ക്ക് മുന്നിൽ നിന്നു. കാറുകളിൽ നിന്ന് PPE കിറ്റ് ധരിച്ച് 3 പേർ ഇറങ്ങി. പല്ലവിയുടെ ഉള്ളിൽ ഒരാന്തലുണ്ടായി. താൻ ഭയന്നിരുന്ന സമയം ആഗതമായിരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞു. പല്ലവിയുടെ വീട്ടിൽ ദാരിദ്ര്യം തലപ്പൊക്കി. വൈകിട്ട് നേരത്തെ തങ്കം കടപ്പൂട്ടി പോന്നു. ഇനി അതവിടെ തുറന്നു വെച്ചിട്ട് വലിയ കാര്യമില്ല. പക്ഷികൾക്ക് രോഗം വന്നറിഞ്ഞ് ആളുകൾ മുട്ട പോലും വാങ്ങിക്കാതായി. ഇന്ന് ആകെ വിറ്റത് 7 കരിക്കും 5 നാരങ്ങ വെള്ളവുമാണ്. താക്കോൽ ഭിത്തിയിൽ തറച്ച ആണിയിൽ തൂക്കിക്കൊണ്ട് തങ്കം പിറുപിറുത്തു. ഗോപിദാസും പല്ലവിയും അത് കേട്ടെങ്കിലും മറുപടി പറഞ്ഞില്ല. TV-യിൽ കണ്ട ഒരു രംഗം പല്ലവിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. താറാവുകളെ കൊന്നും കൊല്ലാതെയും തീയിലേക്കിടുന്നു. ചിലത് തീ പിടിച്ച രൂപത്തിൽ ഓടുന്നു. വീണ്ടും അവയെ എടുത്ത് തീയിൽ എറിയുന്നു. പിന്നിൽ ഒരു തേങ്ങൽ കേട്ടതുപോലെ തോന്നി. പല്ലവി തിരിഞ്ഞു. അമ്മ മുറിവിട്ട് പോയിരിക്കുന്നു. പിന്നെ ആര്? പൊടുന്നനെ അവൾ കണ്ടു. അച്ഛനാണ്. കട്ടിലിൽ കിടന്നുകൊണ്ട് കരയാതിരിക്കുവാൻ പാടുപെടുകയായിരുന്നു ഗോപിദാസ്. എന്താ അച്ഛ പറ്റിയത്? അവൾ അയാളുടെ അടുത്ത് കട്ടിലിലിരുന്നു. ഗോപിദാസ് കണ്ണു തുടച്ചു. താൻ തെങ്ങേന്ന് വീണില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു മോളെ. ചെത്തുകാരൻ എന്നത് എനിക്ക് അഭിമാനമായിരുന്നു. നമ്മുടെ കുലത്തൊഴിലല്ലേ അത്. അച്ഛൻ എന്നോട് പറഞ്ഞതാ നീ തെങ്ങ് കയറാൻ പോകണ്ടെന്ന്. ഞാൻ കേട്ടില്ല. വേറെ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. അതൊന്നുമല്ല അച്ഛാ, പല്ലവി അയാളെ ആശ്വസിപ്പിച്ചു. നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാവും. എല്ലാവർക്കും എല്ലാ കാലവും ഒരേപോലെ ആയിരിക്കില്ല അച്ഛാ. ഒരു നല്ല കാലം നമ്മൾക്കും വരും. ജീവിച്ചല്ലേ പറ്റൂ. അതിന് നമ്മൾ വേറെ വഴി നോക്കും. പക്ഷെ എന്ത് വഴിയെന്ന് അവൾക്കും അറിയില്ല. അടുത്ത ദിവസം ഡെയിലി ചിട്ടി നടത്തുന്ന ലോനപ്പൻ അവിടെ വന്നു. അയാളോട് പണം വാങ്ങിയാണ് താറാവുകളെ കൊണ്ടുവന്നത്. ദിവസം 100 രൂപ വീതം അടയ്ക്കണം എന്നതായിരുന്നു വ്യവസ്ഥ. തങ്കമേ, കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ ചിട്ടി കൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ചയായി ഒറ്റ പൈസ തന്നിട്ടില്ല. കടയിൽ കച്ചവടമൊന്നുമില്ല ലോനപ്പൻ ചേട്ടാ. തായങ്കരിയിൽ നിന്ന് കരിക്ക് വാങ്ങിയതിൻ്റെ പണവും കൊടുക്കാനുണ്ട്. തങ്കം ഇടറിയ ശബ്ദത്തിൽ അറിയിച്ചു. അതൊക്കെ നിങ്ങളുടെ കാര്യം. എല്ലാവർക്കുമുണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. പണം വാങ്ങിയവരെല്ലാം ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? തങ്കം മിണ്ടാതെ നിന്നു. അപ്പോൾ പല്ലവി ഇടപെട്ടു. ലോനപ്പൻ ചേട്ടൻ വിഷമിക്കേണ്ട. അടുത്ത ആഴ്ച കാശ് തീർത്ത് തന്നേക്കാം തവണത്തേക്കാൾ. തങ്കം മകളെ പകച്ചു നോക്കി. എങ്ങനെ കൊടുക്കുമെന്ന ഭാവത്തിൽ. പല്ലവി കൊച്ചു പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച. ലോനപ്പൻ ചിറയിലെ ചെറിയ റോഡിലൂടെ സ്കൂട്ടർ ഓടിച്ചു പോയി. നീ എന്തിനാടി അയാളോട് അങ്ങനെ പറഞ്ഞത്? തങ്കം മകളെ കുറ്റപ്പെടുത്തി. പിന്നെ പല്ലവിക്ക് ദേഷ്യം വന്നു. അയാളോട് കാശ് കൊടുക്കത്തില്ലെന്ന് പറയണമായിരുന്നോ? എന്നിട്ട് അയാൾ അയൽക്കാർ കേൾക്കെ ബഹളമുണ്ടാക്കണമായിരുന്നോ? എന്നാലും ബാക്കി തങ്കം പറഞ്ഞില്ല. അടുക്കളയിലുണ്ടായിരുന്ന റേഷൻ അരി തീർന്ന വിവരം പല്ലവിക്കറിയാം. അയൽവക്കത്തൊന്നും പോയി കടം വാങ്ങുന്നതും അവൾക്ക് ഇഷ്ടമല്ല. തൻ്റെയും അമ്മയുടെയും കാര്യം പോകട്ടെ എന്ന് കരുതാം. പക്ഷേ അച്ഛൻ ബാലു പിന്നെയൊന്നും ഇങ്ങോട്ട് ആവശ്യപ്പെടാറുമില്ല. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടായേ പറ്റൂ. പല്ലവി തീരുമാനിച്ചു. അവൾ സുരേഷിൻ്റെ വീട്ടിൽ പോയി അവനുമായി ചില കാര്യങ്ങൾ സംസാരിച്ചു. പിറ്റേന്ന് രാവിലെ പല്ലവി എവിടെയോ പോകുവാൻ ഒരുങ്ങുന്നത് കണ്ട് തങ്കം ചോദിച്ചു. നീ എങ്ങോട്ടാടി? അവർ സംശയത്തോടെ തിരക്കി. ഒരു നല്ല കാര്യത്തിന് പോവുകയാണ്. തിരിച്ചു വന്നിട്ട് പറയാം. പല്ലവി ചെന്ന് അച്ഛനോട് യാത്ര ചോദിച്ചു. എവിടെ പോവുകയാണെന്ന് അയാളോടും പറഞ്ഞില്ല. വള്ളം തുഴഞ്ഞ് അവൾ അക്കരയ്ക്ക് പോകുന്നത് അർദ്ധശങ്കയോടെ തങ്കം നോക്കി നിന്നു. തുടരും.